ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിയേറ്റീവ് മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് കുട്ടയ്ക്ക് ഒരു മേക്ക് ഓവർ കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള മാക്രാമേ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചകിരിക്കയറിൻ്റെ അതേ കളറിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ബാസ്ക്കറ്റിന് നന്നായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതുപോലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു സിമ്പിൾ നോട്ട് നമ്മൾ ഇതിനിങ്ങനെ ക്രോസ് ആയിട്ട് രണ്ട് സൈഡിലും കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒരു മീഡിയം കിട്ടുകയാണ്. നമ്മുടെ ബാക്കി പണികൾക്കായിട്ടുള്ള ഒരു മീഡിയം കിട്ടുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അതേ ത്രെഡ് തന്നെ നല്ല നീളത്തിന്, അതായത് നമ്മളിപ്പം ഈ കുട്ടയ്ക്ക് എത്രയാണോ നീളം വരുന്നത് അതിൻ്റെ ഒരു 8 ഇരട്ടി അത്രയും നീളത്തിന് നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ രണ്ടായിട്ട് മടക്കിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു 8 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മടക്കിയിടുമ്പോൾ 16 ഇതുപോലുള്ള വള്ളികളുണ്ടാവും. അപ്പോൾ അതിൽ ഓരോ ത്രെഡായിട്ട് നമ്മളിനി നമ്മുടെ ആ മെയിൻ ത്രെഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇടയിൽ കൂടെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ ഒരു നോട്ടിട്ട് നമ്മളിതിലേക്ക് മുഴുവൻ കയറുകളും അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചകിരി കയർ വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ചകിരി കയർ വെച്ചിട്ടും ഇതുപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടും ചകിരി കയർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ഈ 8 കയർ നമ്മളിതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ 4 വീതമാണ് നമ്മൾ ഈ നോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 4 എടുത്തിട്ട് നടുക്കത്തെ 2 ചുറ്റിനായിട്ട് നമ്മൾ രണ്ട് സൈഡിലെ കയറുകളും മുകളിൽ കൂടെയും താഴെ കൂടെ ഇതുപോലെ നോട്ടിട്ട് വലിക്കുന്നുണ്ട്. അതുപോലെ 2 നോട്ട് കൊടുക്കുമ്പോൾ ഒരു സ്ക്വയർ നോട്ടാവും. അങ്ങനെ നമ്മൾ ഒരു സ്ക്വയർ നോട്ട് ഫോം ചെയ്തെടുക്കുകയാണ്. ഒന്ന് ലെഫ്റ്റിൽ നിന്ന് താഴെ കൂടിയും ഒന്ന് റൈറ്റിൽ നിന്ന് മുകളിൽ കൂടെയും അങ്ങനെ വലിക്കണം. ആദ്യം നമ്മൾ മുകളിൽ കൂടെയാണ് റൈറ്റിലത് വലിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ തവണ നമ്മൾ താഴെ കൂടെ ആയിരിക്കണം റൈറ്റിലെ കയർ വലിക്കേണ്ടത്. അതുപോലെ നമ്മളിതിൽ ആദ്യത്തെ ഒരു ലെയർ നമ്മളിതുപോലെ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്, സ്ക്വയർ നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ സ്ക്വയർ നോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ്. നമ്മൾ ആദ്യത്തെ ഒരു തവണ ചെയ്യുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നമുക്കതൊരു രസമായിട്ട് നല്ലതായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് നോട്ടാണ്. ഇതിൽ വലിയ ബാലികേറ മലയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ലെയർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ 2 വിട്ടിട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്ക്വയർ നോട്ടിലെ റൈറ്റിലെ 2 സെക്കൻഡ് സ്ക്വയർ നോട്ടിലെ ലെഫ്റ്റിലെ 2 അങ്ങനെ നമ്മൾ 2 നോട്ടുകളെയും നമ്മൾ ഈ 2 കൂട്ടങ്ങളെയും നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പം അതുപോലെ നമ്മൾ പിന്നെ ബാക്കിയുള്ളത് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 2 നമ്മൾ തൊട്ടിട്ടില്ല, അത് വെറുതെ ലീവ് ചെയ്തേക്കാണ്. ബാക്കിയുള്ളത് ഇതുപോലെ സ്ക്വയർ നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അവസാനം വരുമ്പോഴും ഇതുപോലെ 2 നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ സെറ്റിൽ വരാതെ വരും. അങ്ങനെ നമ്മൾ അടുത്ത 2 ലെയറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ കുട്ടയിലേക്ക് നമ്മുടെ അടുത്ത ലെയേഴ്സിനെ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇച്ചിരി മുകളിലോട്ട് പിടിച്ചിട്ട് തന്നെ ആദ്യത്തെ 2 കയർ നമ്മൾ ഇതുപോലെ ഒരു ഹോളിൽ കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ഹോളിൽ കൂടി നമ്മൾ രണ്ടാമത്തെ 2 സെറ്റ് കയറും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പിന്നെയും വെളിയിൽ വെച്ചിട്ട് നമ്മൾ സ്ക്വയർ നോട്ട്
ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കി അടുത്ത 2 ലെയർ നമ്മളിതുപോലെ സ്ക്വയർ നോട്ട് ഇട്ട് നമ്മൾ സാധാ രീതിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്വയർ നോട്ട് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്നിടവിട്ടുള്ള ഒരു ലെയർ നമ്മൾ സാധാ രീതിയിൽ ചെയ്തെടുക്കുക. അടുത്ത ലെയർ എത്തുമ്പോൾ നമ്മളിതുപോലെ കുട്ടയിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് കുട്ടയിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. താഴെ വരെയും ചെയ്തെടുക്കണം. താഴത്തെ നമ്മൾ നോട്ടുകൾ അടുപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ടും ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഫുൾ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിൽ എക്സ്ട്രാ വരുന്ന ഒരുപാട് തൂങ്ങി കിടക്കുന്നതൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒരേ സൈസിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത പീസിൽ നിന്ന് തന്നെ നല്ല നീളമുള്ള പീസ് എടുത്തിട്ട് നമ്മൾ ഈ താഴെ ഒഴിഞ്ഞ ഭാഗത്തൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ വീഡിയോ കാണും പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അധികം ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാവില്ല. നല്ല ഭംഗിയായിട്ട് താഴത്തെ ഭാഗം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ ഒരു ചീപ്പെടുത്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ കോംപ് ചെയ്ത് കൊടുക്കാൻ കൂടി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനൊരു ഹാൻഡിലും കൂടെ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ബൈൻഡിങ് വയറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സാധാരണ ഒരു കയറാണ്, നല്ല നീളത്തിന് എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് ഈ വയർ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് സാധാ ഒരു നോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതിങ്ങനെ മുകളിൽ നിന്നിട്ട് അകത്തൂടെ വലിച്ച്, കെട്ടൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ട് ഇങ്ങനൊരിത് മാത്രം ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഈ വയറ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാറ്റേണിൽ കിട്ടും. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഇതിങ്ങനെ ചുറ്റി കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അതൊരു ഭംഗിയുള്ള നോട്ടാണ്. ഇത് നമ്മൾ മാക്രാമെ ത്രെഡിൽ തന്നെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ കയർ ഉപയോഗിച്ചാൽ ഇത് ശരിയാവുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചെയ്തു നോക്കിയതാണ്. അതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിലേക്ക് ഇത് നല്ല മാച്ചായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വളച്ച് വെച്ച ഭാഗം, കമ്പിയുടെ വളച്ച് വെച്ച ഭാഗം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കൂടയിലേക്ക് അത് അറ്റാച്ചായി കിട്ടും. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെടികൾ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.